പി.ടി. ഭാസ്കര ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച PTV അനുസ്മരണ സമ്മേളനം കാസർഗോഡ് സമാപിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വിരുന്നിന് വിളിച്ച കൊക്കിന് പരന്ന പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയ കുറുക്കന്റെ ബുദ്ധിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. വിരുന്നിന് വിളിച്ച കൊക്കിന് പരന്ന പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയ കുറുക്കന്റെ അതേ രീതിയാണ് വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി കാണിക്കുന്നതെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. P.T. ഭാസ്കര ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച PTV അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിച്ചത് കടുത്ത അനീതിയാണെന്നും നിലവിലെ സർക്കാർ ഇന്ത്യയുടെ ഐക്യത്തിന് നിരക്കാത്ത സർക്കാരാണെന്നും ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ പോകുകയാണ്. ഒന്നാമത്തെ കാര്യം 154 ദിവസം കേന്ദ്ര ഗവൺമെന്റിന് ബോധവൽക്കരണമായിരിക്കും. മോദി ഗവൺമെന്റ് പറഞ്ഞു ആ ജൂലൈ മാസം 30-ാം തീയതി ഉണ്ടായത് ഒരു അതിതീവ്ര ദുരന്തമാണ്. ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആണ് ഇംഗ്ലീഷ്. ഇത്രയും ദിവസം കിട്ടി വന്നു മോദിയുടെ പാർട്ടിക്കും ഗവൺമെന്റിനും സത്യം വ്യക്തമാക്കി. ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ അധ്യക്ഷനായി. ദിവസം ഭരിച്ചത് CPI ആണ്. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ്. നമ്മളുമായുള്ള വ്യത്യാസം പറഞ്ഞാൽ 33,000 നമ്മൾ, അവർ 22,000. 5,000 വ്യത്യാസമാണ്. എങ്ങനെ ഭരിച്ചതാണ്? ഈ ഭരിച്ചത് ഭരിക്കാൻ വേണ്ടി ഭരിച്ചതല്ല. ഈ നാട്ടിൽ സമൂലമായ മാറ്റം വരുത്തി ഈ കേരളത്തിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്താകെ ഒരു വെളിച്ചമായി മാറിയ ആ മാറ്റം. അതുകൊണ്ടാണ് 57 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വന്നപ്പം കേന്ദ്ര ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ കഥകളികൾ തീരുമാനിച്ചു. അതിനുവേണ്ടിയാണ് ആദ്യമായി നമ്മളിവിടെ കേരളത്തിലെ ഗവൺമെന്റ് പിരിച്ചത്. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും സംഘടക സമിതി ചെയർമാനുമായ E. ചന്ദ്രശേഖരൻ MLA, നാരായണൻ പേരിയ, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി KP സുരേഷ് രാജ് എന്നിവർ സംസാരിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, T. കൃഷ്ണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KV കൃഷ്ണൻ, KS കുര്യാക്കോസ്, P. ഭാർഗവി, മുൻ MLA M. കുമാരൻ, അഡ്വക്കേറ്റ് V. സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. സംഘടക സമിതി കൺവീനറും CPI ജില്ലാ സെക്രട്ടറിയുമായ CP ബാബു സ്വാഗതവും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി V. രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.